അടുത്ത നമ്മൾ പഠിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നത് ഒരു എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടാണ്. പ്രോഗ്രാമിൻ്റെ പേര് operators.php. PHP സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ .php ഇടുന്നത്. PHP ഫയലാണ്, അപ്പോൾ എക്സ്റ്റൻഷൻ .php. ദെൻ HTML-നകത്താണല്ലോ നമ്മളത് എംബഡ് ചെയ്യുന്നത്. അപ്പോൾ HTML, ഹെഡ്, ദെൻ സ്റ്റൈല്, ദെൻ ടൈറ്റില്, ഹെഡ് ഒക്കെ ക്ലോസ് ചെയ്ത് ദെൻ ബോഡി പാർട്ടാണ്. ബോഡി പാർട്ടിനകത്ത് ലൈൻ 14 തൊട്ട് നമ്മുടെ PHP സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുണ്ടോ PHP സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, PHPയുടെ സ്റ്റാർട്ട് ടാഗ് അല്ലേ ഇത്. ദെൻ ഈ ലൈനിൽ ഇവിടെ ഒരു വാരിയബിൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാണ്. വാരിയബിൾ നമ്മൾ ഡിക്ലെയറും ചെയ്യുന്നുണ്ട്, ഇനിഷ്യലൈസും ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ വാരിയബിളിൻ്റെ പേര് A അല്ലേ. വാരിയബിൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പം വാരിയബിൾ A = 5. ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ്. 5 എന്നുള്ള ഒരു വാല്യൂ വെച്ച് നമ്മൾ നമ്മുടെ A എന്ന പേരുള്ള വാരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യുകയാണ്. പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് വാരിയബിൾ A ഈസ് A, $A. പ്രിൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ദ വാല്യൂ ഓഫ് വാരിയബിൾ A ഈസ് A. നമുക്കിത് എങ്ങനെയാണ് ഡിസ്പ്ലേ ആയിരിക്കുന്നത് എന്ന് നോക്കാം. The value of variable A is 5. കണ്ടോ, 5 എന്നല്ലേ ഇവിടെ ഡിസ്പ്ലേ ആയത്. ഇവിടുത്തെ ഈ $A ആര് ഇന്റർപ്രറ്റർ റീപ്ലേസ് ചെയ്ത് 5 ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ലൈൻ നമ്പർ 19 നോക്കുകയാണെങ്കിൽ ഡിഫൈൻ വാല്യൂ 5. ഡിഫൈൻ ഒരു ഫംഗ്ഷനാണ് ടു ക്രിയേറ്റ് എ നെയിംഡ് കോൺസ്റ്റൻറ്റ്. ഒരു നെയിംഡ് കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ എന്ന് പറയുന്നത്. എന്തിനാണ്? നെയിംഡ് കോൺസ്റ്റൻറ്റ്. ഒരു നെയിംഡ് കോൺസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. സോ ഇതിന് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. ഒന്ന് ആ നെയിംഡ് കോൺസ്റ്റൻറ്റിൻ്റെ നെയിം, ദെൻ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് വാല്യൂ എന്നുള്ള പേരുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ശരിക്കുള്ളതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ഓക്കെ, കോൺസ്റ്റൻറ്റിൻ്റെ പേര് വാല്യൂ, ദെൻ അതിൻ്റെ വാല്യൂ 5. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത 22ാമത്തെ ലൈനിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? A = A + വാല്യൂ. നമ്മൾ വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ വാരിയബിൾ എയുമായിട്ട് ആഡ് ചെയ്യും. ഇതൊക്കെ കമൻസ് ആണ് കേട്ടോ. ഈ വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ A എന്ന് പറയുന്ന വാരിയബിളുമായിട്ട് ആഡ് ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി അത് പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യം, variable A after adding value constant value is A. അതെങ്ങനെയാണ് പ്രിൻ്റ് ആയി നോക്കി. ഇപ്പം എങ്ങനെയായിരിക്കും പ്രിൻ്റ് ആവേണ്ടത്? 5 ആണ് നമ്മുടെ എയുടെ വാല്യൂ, പ്ലസ് വാല്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എത്രയാണ്? 5. ദെൻ 10 ആയി. ദെൻ ഇത് പ്രിൻ്റ് ആയെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, വാരിയബിൾ A ആഫ്റ്റർ ആഡിങ് കോൺസ്റ്റന്റ് വാല്യൂ ഈസ് 10. അപ്പോൾ അത് ആഡായി, പ്രിൻ്റായി. അപ്പോൾ നമ്മളത് പ്രിൻറ്റ് ചെയ്തു. ഇനി ലൈൻ നമ്പർ 26 നമ്മൾ പ്ലസ് ചെയ്യാണ്. A * 2. ഈ *= എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇത് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് വരുന്നത് A = A × 2 അവന്. അപ്പോൾ A = A × 2, അതായത് A 2 കൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് A 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു എന്നാണ് മീനിങ്. ദെൻ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഇതിനെ ഡിസ്പ്ലേ ചെയ്യാണ്. ഇവിടെ മൾട്ടിപ്ലൈയിങ് വാരിയബിൾ A / 2 yields എന്താ, ദെൻ ഇവിടെ വാരിയബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രിൻ്റ് ആയെന്ന് നോക്കാം. മൾട്ടിപ്ലൈയിങ് വാരിയബിൾ A / 2 yields 10. നമ്മുടെ A എന്ന് പറയുന്ന വാരിയബിൾ 10 ആയിരുന്നു ഇതിനു മുമ്പ്. ദെൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 20.
അതിനെ നമ്മളിവിടെ പ്രിന്റും ചെയ്തു. അപ്പം ഇതാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. അപ്പം ഇവിടെ ഇതിന്റെ വാല്യൂ എന്താണ്? ഇത് വാരിയബിൾ ആണ് നമ്മൾ പ്രോഗ്രാമിൽ കൊടുത്തത്, പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്ത് ഇന്റർപ്രറ്റർ 20 ഇട്ടു. ഇപ്പം എയുടെ വാല്യൂ 20 ആണ്, ബിക്കോസ് അത് നമ്മൾ ഇൻഡു ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ഇഫ് വാരിയബിൾ എ ഈസ് ലെസ് ദാൻ 50. ഇഫ് എ ലെസ് ദാൻ 50, 50യെക്കാട്ടും ചെറുതാണെങ്കിൽ പ്രിന്റ് വാരിയബിൾ ഈസ് ലെസ് ദാൻ 50. 50യെക്കാട്ടും ചെറുതാണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ 50യെക്കാട്ടും ചെറുതായതുകൊണ്ട് ഇത് ഇവിടെ പ്രിന്റ് ആയി. വാരിയബിൾ എ ഈസ് ലെസ് ദാൻ 50. അല്ലായിരുന്നെങ്കിൽ ഇവിടെ പ്രിന്റ് ആവില്ലായിരുന്നു. അടുത്തത് ഇനി നമുക്ക് നമ്മുടെ എയുടെ വാല്യൂ എന്താണ്? നമ്മുടെ എയുടെ വാല്യൂ 20 ആയിരുന്നു അല്ലേ? എയുടെ വാല്യൂ 20 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മളൊരു 40 കൂടെ കൂട്ടാൻ പോവാം. 20യുടെ കൂടെ ഒരു 40 കൂട്ടാൻ പോവാം. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഇതുണ്ടോ, പ്ലസ് ഈക്വൽ ടു. നേരത്തെ നമ്മൾ പ്ലസ് ചെയ്തത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് പ്ലസ് ചെയ്തത്. ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അഡീഷൻ നടത്തുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാ വരിക? എ ഇസ് ഈക്വൽ ടു എ പ്ലസ് 40. അതാണ് ഇതിന്റെ മീനിങ് കേട്ടോ. അതായത് എയുടെ വാല്യൂവിനോട് 40 കൂടെ കൂട്ടുക, അതാണ് അതിന്റെ മീനിങ്. വാരിയബിൾ എ ആഫ്റ്റർ ആഡിങ് 40 ഈസ് നമ്മൾ പ്രിന്റ് ചെയ്തു. സോ ഇതുണ്ടോ, ഇവിടെ വന്നു വാരിയബിൾ എ ആഫ്റ്റർ ആഡിങ് 40 ഈസ് 60. ഇപ്പൊ എയുടെ വാല്യൂ എന്തായി? 60 ആയി അല്ലേ? 20 പ്ലസ് 40 60 ആയി. ദെൻ അതിനെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്തു. ഇപ്പൊ എയുടെ വാല്യൂ എന്താണ്? 60. അതവിടെ പ്രിന്റ് ആയി. അത് നമ്മൾ അപ്പുറത്ത് കണ്ടു. ഇനി നമ്മൾ നോക്കുകയാണ് 50യെക്കാട്ടും ചെറുതാണോ? ടെസ്റ്റ് ഇഫ് വാരിയബിൾ എ ഈസ് 50 ഓർ ലെസ്. 50യോ അതോ അതിൽ ചെറുതാണോ എന്ന് നോക്കുകയാണ്. അതെങ്ങനെയാണ്? ഇഫ് എ ലെസ് ദാൻ 51, 51നെക്കാട്ടും ചെറുതാണോ എന്ന് നോക്കും. ചെറുതാണെങ്കിൽ പ്രിന്റ് വാരിയബിൾ ഈസ് സ്റ്റിൽ 50 ഓർ ലെസ്. കണ്ടോ? ദെൻ എൽസ് ഇഫ് എ ലെസ് ദാൻ 101. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാരിയബിൾ ഈസ് നൗ ബിറ്റ്വീൻ 50 ആൻഡ് 100. അല്ലെങ്കിലോ മോർ ദാൻ 100 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 100 ആണെന്ന് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രിന്റ് ആവുന്നത്? ഇതിൽ ഏതാ ഇവിടെ ഏത് കണ്ടീഷനാണ് ഇവിടെ ട്രൂ ആവുന്നത്? വാരിയബിൾ ഈസ് നൗ ബിറ്റ്വീൻ 50 ആൻഡ് 100. കാര്യം 60 അല്ലേ നമ്മുടെ വാല്യൂ ഇപ്പോൾ. അപ്പോൾ അത് 50ക്കും 100നും ഇൻ ബിറ്റ്വീൻ അല്ലേ. അപ്പോൾ ഏത് ഇഫ് കണ്ടീഷനാണ് ഇവിടെ ട്രൂ ആവുന്നത്? ഈ കണ്ടീഷനാണ് ട്രൂ ആവുന്നത്. അപ്പം ഈ കണ്ടീഷൻ ട്രൂ ആവാത്തത് കൊണ്ട് ഇത് പ്രിന്റ് ചെയ്യത്തില്ല. ദെൻ ഇത് ട്രൂ ആവുന്നത് കൊണ്ട് ഈ ലൈനായിരിക്കും പ്രിന്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ദെൻ ഇതിനെ ഇഗ്നോർ ചെയ്തു.